താങ്ക് യു. താങ്ക് യു സോ മച്ച്. ഗുഡ് മോർണിംഗ്, നമസ്കാരം. എല്ലാവർക്കും ദൈവത്തിന്റെ രക്ഷയും സമാധാനം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ 1499 ദിവസത്തിലേക്ക് എത്തിയില്ല നമ്മള്. 499 അപ്പം ഏതാനും സമയം കൂടി കഴിഞ്ഞാൽ നമ്മൾ 1500 ദിവസത്തിലേക്ക് കടക്കായി. സോ ഇറ്റ് ഇസ് എ ബ്യൂട്ടിഫുൾ ജേർണി, അടിപൊളി യാത്രയാണ്. സോ എല്ലാവർക്കും ഒത്തിരി ഹൃദയത്തിന്റെ അകത്തുനിന്നുള്ള നന്ദി അറിയിക്കുകയാണ്. സോ മോട്ടിവേഷൻ മോൺസ്റ്ററിൽ ഇന്ന് റിലേഷൻഷിപ്പ് മേക്കിംഗ് ആറ്റിറ്റ്യൂഡാണ്. മേക്കിംഗ് ആൻഡ് ബ്രേക്കിംഗ് ആറ്റിറ്റ്യൂഡ്, രണ്ട് ആറ്റിറ്റ്യൂഡും ഉണ്ട്. നമ്മളിന്ന് മേക്കിംഗ് ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് പറയും. മേക്കിംഗ് റിലേഷൻഷിപ്സ് മേക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ തരത്തിലുള്ള കണക്ഷൻസും കണക്ടിവിറ്റി റിലേഷൻഷിപ്പിനെ ബിൽഡ് ചെയ്യുന്ന ആക്ടിവിറ്റിയാണ് മേക്ക് ചെയ്യുക. മേക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര ബുദ്ധിമുട്ടുള്ള എളുപ്പമുള്ള പണിയൊന്നുമല്ല. ഇത്തിരി വല്ലാണ്ട് ബുദ്ധിമുട്ടുള്ള പണിയാണത്. കാരണം നമ്മൾ വിചാരിച്ച രൂപത്തിൽ ആളുകളെ നമ്മൾ വിചാരിച്ച രൂപത്തിൽ കണക്ട് ചെയ്യണം. ആളുകളെ നമ്മളിലേക്ക് കണക്റ്റഡ് ആക്കണം. ആളുകൾ ആ കണക്ടിവിറ്റി, ഒരാളെ പരിചയപ്പെട്ട് ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരാളെ പരിചയപ്പെട്ടാൽ, എൻ്റെ കൂടെ അങ്ങനെ കുറേ ആൾക്കാരുണ്ടായിരുന്നു മുമ്പ് എൻ്റർപ്രണർഷിപ്പ് ആക്ടിവിറ്റിയിൽ സീരിയസ് ആയിട്ട് ഇൻവോൾവ് ചെയ്യുന്ന ഞങ്ങളുടെ യാത്രകളിലൊക്കെ പലരും പല ആളുകളെയും പരിചയപ്പെടുകയും നമ്പർ വാങ്ങുകയും അവരെ വിളിക്കുകയും ഇടയ്ക്കിടയ്ക്ക് വഴി വെച്ച് കാണുകയും മീറ്റപ്പ് ഉണ്ടാവുകയും അങ്ങനെ ആളുകളുമായിട്ട് ഇങ്ങനെ ബന്ധങ്ങൾ പരിചയം പുതുക്കുന്ന മനോഭാവം, അത് വലിയൊരു മനോഭാവമാണ്. ജനറലി ആളുകൾക്ക് ഇപ്പോഴത്തെ കാലത്ത് പണ്ടത്തെ പോലെ എത്ര സമയം, എനിക്ക് തോന്നുന്നു 2000-ന് ശേഷമുള്ള സമയം 2010-ന് ശേഷം ഉണ്ടായിട്ടില്ല. 2020-ന് ശേഷം അത്ര സമയം ഉണ്ടായിട്ടില്ല. പോസ്റ്റ് കോവിഡ് 2022-ൽ അത്രയും സമയമില്ല. അപ്പം ആളുകൾക്ക് എന്തിനും സമയമില്ലാതാവുകയാണ്. അപ്പം കൂടുതൽ കൂടുതൽ ആളുകൾ വെർച്വൽ വേൾഡിലേക്ക് പോയി. റിലേഷൻഷിപ്പുകളൊക്കെ റിയാലിറ്റിയിൽ നിന്ന്, അല്ലെങ്കിൽ റിയൽ വേൾഡിൽ നിന്ന് വെർച്വൽ വേൾഡ്, യഥാർത്ഥ ലോകത്ത് നിന്ന് എന്താ പറയുക, വെർച്വൽ വേൾഡിൽ നമ്മൾ എന്താ പറയുക, നമ്മളുടെ കൃത്രിമ വേൾഡ് എന്താ എങ്ങനെയാണ് വിളിക്കുക. സോ അങ്ങനെ ഒരു അങ്ങനെ ഒരു ലോകത്തേക്ക്, സൈബർ ലോകത്തേക്ക് നമ്മൾ ആളുകളുടെ കണക്ഷൻസ് ഒക്കെ മാറി. അപ്പോൾ ആളുകളെ കാണൽ, മീറ്റ് ചെയ്യൽ, സംസാരിക്കൽ, മിണ്ടലൊക്കെ പറയലും കൂടിച്ചേർന്നിരിക്കലും ഒക്കെ വളരെ കുറവാണ്. അതൊരു ഒരു തരത്തിൽ കറൻ്റ്ലി അത്തരത്തിലുള്ള ഒരു സിനാരിയോ ഈ ഓരോ വർഷം കഴിയുന്തോറും കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ആളുകളെ മീറ്റ് ചെയ്യുന്നത്. കുറച്ച് കഴിഞ്ഞാൽ അത് വീണ്ടും അതിലേക്ക് തിരിച്ചു പോകുമെന്നാണ് പുതിയ ചിന്തകന്മാരൊക്കെ പുതിയ ചിന്തകളിലൂടെയൊക്കെ നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. വൈകാതെ ഇതെല്ലാം പഴയ ഒരു സ്റ്റൈലിലേക്ക് തന്നെ തിരിച്ചു പോകാനുള്ള സാധ്യത ആ, ഒട്ടും കുറവല്ല എന്നാണ്. അതേ ഇതിലേക്ക് തന്നെ തിരിച്ചു പോകാൻ സാധ്യതയുണ്ടെന്നാണ്. അപ്പോൾ അങ്ങനെ തന്നെ ആളുകൾ ഒരു വെർച്വൽ വേൾഡിൽ നിന്ന് എക്സിറ്റ് ആവാൻ സാധ്യതയുണ്ട്. അങ്ങനെ വെർച്വൽ വേൾഡ് ഇല്ലാത്ത തമിഴ്നാട്ടിലെ ഒരു 1-2 ഗ്രാമങ്ങളുണ്ട് അങ്ങനെ കണക്ടിവിറ്റി മേക്കിംഗ് ആറ്റിറ്റ്യൂഡ്. അതേപോലെ നമ്മളെ നേപ്പാളിൽ കഴിഞ്ഞ് ആ ഭാഗത്ത് തിബത്ത് ഭാഗങ്ങളിൽ അങ്ങനെ ഉണ്ട്. കർണാടകയിൽ അങ്ങനെ ഒരു വില്ലേജ് ഉണ്ട്. ആഹ് ലോകത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ അത്തരത്തിലുള്ള നോൺ കണക്റ്റിംഗ് ആയത്, അതായത് സൈബർ കണക്റ്റഡ് ആയിട്ടല്ലാത്ത, വെർച്വൽ വേൾഡുമായി കണക്ടിവിറ്റി ഇല്ലാത്ത ആഹ് ഒരു ഒരു എന്താ പറയുക, ഗ്രാമങ്ങൾ, ആളുകൾ ഒക്കെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മള് സംബന്ധിച്ചിടത്തോളം നമ്മളിതൊന്നും അങ്ങനെ ഒരു പ്രത്യേകമായിട്ട് ഒന്നിനും റിലീജിയസ് ആയിട്ട് ഒന്നും ഫോളോ ചെയ്യുന്നില്ല. ഒന്നും നമ്മൾ റിലീജിയസ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരു കാര്യത്തെ കൃത്യമായി ശക്തമായും അത് ഓ സമയ അധിഷ്ഠിതമായിട്ടും ഒക്കെ ഫോളോ ചെയ്യുന്ന ഒരു സംവിധാനം പൊതുവെ അത്തരത്തിലുള്ള കണക്ടിവിറ്റി ബിൽഡിങ്ങിൽ കുറവാണ്. ഈ ഫാമിലി റിലേഷൻഷിപ്പ്, ഫാമിലി ബന്ധങ്ങളൊക്കെ പൊതുവെ കുറഞ്ഞു 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 വരുന്ന കാലമാണ്. ഒരു ആനുവൽ മീറ്റപ്പുകളൊക്കെ ഉണ്ടാവുന്നു എന്നുള്ളതും, അതേപോലെ ടൂറുകളൊക്കെ നടക്കുന്നു. എല്ലാ കുടുംബങ്ങളിലും ഒരുപോലെ ഇല്ല. വളരെ റെയർ ആയിട്ട് നല്ല എന്താ പറയുക, നല്ല കോർഡിനേറ്റേഴ്സ്, നല്ല റിലേഷൻഷിപ്പ് ബിൽഡേഴ്സും ഒക്കെ ഉള്ള അപൂർവം കുടുംബങ്ങളിലൊക്കെ ചിലപ്പം ഞാൻ നമ്മുടെ നാട്ടിൽ ഒരുപാട് കുടുംബങ്ങളുടെ വ്യത്യസ്ത വ്യത്യസ്ത ഫാമിലികളുണ്ട്. കുറേ ഫാമിലികളിലില്ല, കുറേ ഫാമിലികളുണ്ട്. കുറേ ഫാമിലികൾ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുണ്ട്, ചില ഫാമിലികൾ വളരെ കുറവായിട്ടുണ്ട്. ചില ഫാമിലികളിൽ എക്സ്ട്രീം ആയിട്ടില്ല, അങ്ങനെ ഒരു സംഭവമേ മീറ്റപ്പുകളില്ല. അപ്പോൾ ഇതൊക്കെ ഫിസിക്കൽ റിലേഷൻഷിപ്പ്, ആളുകൾ പേഴ്സണലി പരസ്പരം കണ്ടും സംസാരിച്ചും ബന്ധങ്ങളെ നിലനിർത്തിയും ബന്ധങ്ങളെ പുതുക്കിയും ബന്ധങ്ങളെ സർവൈവ് ചെയ്യിപ്പിച്ചും സസ്റ്റെയിൻ ചെയ്യിപ്പിച്ചും ഒക്കെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അപ്പോൾ അതൊരു ആറ്റിറ്റ്യൂഡാണ് ആക്ച്വലി. അപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിലൊക്കെ മുതിർന്ന കുറേ കാരണവന്മാർ, പല കുടുംബങ്ങളിലും ഉണ്ടാവും അത്തരത്തിലുള്ള കാരണവന്മാർ. ഇപ്പം പലരും ഇല്ല. അവരുടെ അടുത്തൊക്കെ പോയി കുറേ സമയം ഞങ്ങൾ ഇരിക്കും. അപ്പോൾ ഇരുന്ന് കഴിഞ്ഞാൽ അവർ കുടുംബത്തിലെ ഒരുപാട് റിലേറ്റീവ്സിനെ കുറിച്ച്, പഴയ സ്റ്റോറീസും പഴയ കണക്ടിവിറ്റികളും കറൻ്റ്ലി ജീവിച്ചിരിക്കുന്ന ഒരുപാട് നല്ല നമ്മളറിയാത്ത കണക്ഷൻസിനെ കുറിച്ചൊക്കെ അവർ പറഞ്ഞു. സോ അത്തരത്തിൽ റിലേഷൻഷിപ്പിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന
ഒരുപാട് ആളുകൾ അത് ഫാമിലിയിലായാലും ഔട്ട് ഓഫ് ഫാമിലി ആയിരുന്നു നടന്നത്. അയൽപക്കത്തും ഫാമിലീസിലും അതേപോലെ നാട്ടുകാരുടെ കൂട്ടത്തിലും ഫ്രണ്ട്സിന്റെ ഇടയിലും ഇനിയിപ്പോൾ വെർച്വൽ വേൾഡിലുള്ള ആൾക്കാർ വെർച്വൽ വേൾഡിലും ഒക്കെ ആളുകളുമായിട്ട് കണക്റ്റഡ് ആണ്. ഇപ്പം എനിക്ക് തോന്നുന്നു എൻ്റെ ഫേസ്ബുക്ക് ഫോളോവേഴ്സ് ഒക്കെ 4000 5000 അത്ര ഫോളോവേഴ്സ് ഉണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്. ഐ ഡോണ്ട് നോ ദീസ് ഓൾ പീപ്പിൾ എങ്ങനെ ഇവരൊക്കെ വന്നു കൂടിയെന്നും ഇവരൊക്കെ എൻ്റെ ഫ്രണ്ട് ആയത് എങ്ങനെയൊന്നും ഇവരൊക്കെ എന്നോട് കണക്ട് ചെയ്യുന്നുണ്ടോ എന്നും. അങ്ങനെ പലർക്കും പലരുടെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഫേസ്ബുക്ക് ഫ്രണ്ടുകളുടെ കണക്കൊക്കെ എടുത്ത് നോക്കിയാൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫ്രണ്ട്സിൻ്റെ കണക്കൊക്കെ എടുത്ത് നോക്കിയാൽ ഒരുപാട് അധികം ഉണ്ടാവും. ഡു ഹി ഹാവ് കണക്ടിവിറ്റി വിത്ത് ദം? അവരുമായിട്ട് കണക്ടിവിറ്റി ഉണ്ടോ? അവരുമായിട്ടൊക്കെയുള്ള കണക്ടിവിറ്റി ആറ്റിറ്റ്യൂഡ്. ഇപ്പം നമ്മൾ ഈ ഓറഞ്ച് ആപ്പിളിൽ ഈ കണക്ടിവിറ്റി മേക്കിംഗ്, കണക്ഷൻ മേക്കിംഗ്, റിലേഷൻഷിപ്പ് മേക്കിംഗ് ആറ്റിറ്റ്യൂഡ് നല്ലതായതുകൊണ്ടാണ് നമുക്ക് വെർച്വൽ വേൾഡിൽ നിന്നുകൊണ്ട്, നമ്മൾ റിയൽ വേൾഡിലായിരുന്നില്ലല്ലോ, നമ്മളൊരു വെർച്വൽ വേൾഡിലല്ല ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരു ഒരു വെർച്വൽ വേൾഡിനകത്ത് നിന്ന് നമ്മളെല്ലാവരും സാങ്കല്പിക ലോകത്ത് നിന്ന് യഥാർത്ഥ ലോകത്തേക്ക് കോഴിക്കോട് നടന്ന സംഗമങ്ങളിലൂടെ, പാലക്കാട് നടന്ന സംഗമങ്ങളിലൂടെ ഒക്കെ നമ്മൾ യഥാർത്ഥ ലോകത്തേക്ക് വരിക ചെയ്തു. അപ്പോൾ റിലേഷൻഷിപ്പ് മേക്കിംഗ് ആറ്റിറ്റ്യൂഡ് ഒരു ഒരു വളരെ പ്രധാനം. ചില സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട് എന്റർപ്രണേഴ്സിന് അതേപോലെ തന്നെ സെയിൽസ് മാർക്കറ്റിംഗ് ടീമിനൊക്കെ നമ്മൾ സ്ട്രേഞ്ചേഴ്സിനെ പരിചയപ്പെടാനും നമ്പർ കളക്ട് ചെയ്യാനൊക്കെ ആക്ടിവിറ്റി കൊടുക്കും. 2-3 ആഴ്ചയിലെ കണ്ടിന്യൂസ് ആയിട്ടുള്ള വർക്ക്ഷോപ്സും ട്രെയിനിങ്സും ഇൻ ബിറ്റ്വീൻ ഗ്യാപ്പ് ഇട്ടിട്ടുള്ള ആക്ടിവിറ്റി കൊടുക്കുമ്പോൾ പല ആളുകളും അതിനകത്ത് പല ആളുകളും ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. വളരെ റെയർ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. നല്ല കമ്മ്യൂണിക്കേഷൻ, റിലേഷൻഷിപ്പ് മേക്കിങ്ങും സെയിൽസ് മാർക്കറ്റിങ്ങിലൊക്കെ റിലേഷൻഷിപ്പ് മേക്കിംഗ് വളരെ വലിയ ഒരു ഒരു സ്കില്ലാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ലൈഫിൽ ഏറ്റവും സക്സസ്ഫുൾ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, മേക്കിംഗ് റിലേഷൻഷിപ്പ് ഈസ് ക്രിയേറ്റിംഗ് ആൻ ഓപ്പർച്യൂണിറ്റി എന്നാണ്. നമ്മൾ റിലേഷൻഷിപ്പ് ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു റിലേഷൻഷിപ്പ് ഒരാളെ ക്രിയേറ്റ് ചെയ്യുന്നത്, ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് തുല്യമാണ്. ഒരു ഒരു ബന്ധമുണ്ടാക്കുന്നത് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കുന്നതിന് തുല്യമാണ്. എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി വരും, എനി ടൈപ്പ് ഓഫ് ഓപ്പർച്യൂണിറ്റി. അപ്പോൾ എല്ലാ നമ്മൾ കെമിസ്ട്രി ഓഫ് റിലേഷൻഷിപ്പിലൊക്കെ അത് ആവർത്തിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈച്ച് ഓപ്പർച്യൂണിറ്റി, ഈച്ച് റിലേഷൻഷിപ്പ് ഇസ് ആൻ ഓപ്പർച്യൂണിറ്റി എന്ന്. അപ്പോൾ എല്ലാ റിലേഷൻഷിപ്പും ഒരു ഓപ്പർച്യൂണിറ്റിയാണ്, ആക്ച്വലി ഒരു അവസരമാണ്. നല്ല കാര്യങ്ങൾക്കാവും, ഓരോ നല്ല നല്ല കാര്യങ്ങൾ അതിനകത്ത് നടക്കാം. ഒരു ബിൽഡിങ്ങിന്റെ വർക്ക് നടക്കാം, ഒരു ബിസിനസ് നടക്കാം, ഒരു വിവാഹബന്ധം നടക്കാം, ഒരു ഫ്രണ്ട്ഷിപ്പ്, ഒരു എവർ ലാസ്റ്റിംഗ് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവാം, നല്ല കൂട്ടുകെട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടാം, നല്ല നല്ല സാമൂഹിക സംഘങ്ങൾ ഉണ്ടാക്കാം. പലതും അങ്ങനെ പല നല്ല നല്ല ഓർഗനൈസേഷൻസ്, നല്ല നല്ല രൂപത്തിലുള്ള ആ, പല ഒന്ന് രണ്ട് പേരൊക്കെ വിചാരിച്ച ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ സൊസൈറ്റി ചെയ്യാൻ പറ്റും. അങ്ങനെ വലിയ കാര്യങ്ങൾ ചെയ്യാൻ ഈ കൂട്ടുകെട്ടുകൾക്ക്, റിലേഷൻഷിപ്പ് മേക്കിങ്ങിന് സാധിക്കും. സോ ഡു വി ഹാവ് ആറ്റിറ്റ്യൂഡ്? അതാണ് ചോദ്യം. ഇന്നത്തെ ചോദ്യം അതാണ്. നമുക്ക് അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടോ? റിലേഷൻഷിപ്പ് മേക്കിംഗ് ആറ്റിറ്റ്യൂഡ് നമുക്കുണ്ടോ? ആർ വി സീരിയസ്ലി ഇൻ ഇറ്റ്? നമ്മൾ അതിനകത്താണോ ഉള്ളത്? നാളെ നമ്മൾ റിലേഷൻഷിപ്പ് ബ്രേക്കിങ്ങിനെ കുറിച്ച്, നെഗറ്റീവ് ആറ്റിറ്റ്യൂഡാണ്, നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കും. സോ റിലേഷൻഷിപ്പ് മേക്കിംഗ് ആറ്റിറ്റ്യൂഡിൽ നമുക്കുണ്ടോ? നമ്മളുടെ കുട്ടികളുടെ ഇടയിൽ ബന്ധങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അവർക്ക് ഭക്ഷണം കൊടുക്കുക, മിഠായികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക, കുട്ടികളുടെ തമ്മിൽ തമ്മിൽ പരിചയം കൊടുക്കുക, അടുത്തടുത്ത വീടുകളിൽ പരിചയപ്പെടുത്തുക. പലപ്പോഴും പരിചയപ്പെടുത്താൻ പോലും പേടിയപ്പം ആ രൂപത്തിലൊക്കെ ജീവിക്കുന്ന ആളുകളുണ്ട്. അതേസമയം പരിചയപ്പെടുത്തുന്ന വീടുകളുമുണ്ട്, ധാരാളം ആളുകളെ പരിചയപ്പെടുത്തുന്നത്. സോ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പരിചയപ്പെടുകയും പരിചയപ്പെടുത്തുകയും ചെയ്ത് റിലേഷൻഷിപ്പുകൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാവുന്ന രൂപത്തിലേക്ക് നമ്മളും നമ്മളുടെ തൊട്ടടുത്തുള്ള ആളുകളും ഒക്കെ മാറി വരുമ്പം സ്വാഭാവികമായിട്ടുണ്ടാകുന്ന അഡ്വാൻറ്റേജ്, ഓരോ ആളുകൾക്കും ഗുണപരമായിട്ടുള്ള ഒരു ബന്ധങ്ങൾ ഉണ്ടാവും. അപ്പൊ ഗുണപരമായിട്ടുള്ള ഒരു ഒരു എല്ലാ മനുഷ്യരും പരസ്പരം സഹകരിച്ച് ഒരു പസിൽ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി നിന്നും അടുത്തു നിന്നും മുട്ടി നിന്നും കണക്ട് ചെയ്ത് നിന്നും ഒക്കെയാണ് സൊസൈറ്റി എന്ന് പറയുന്ന സാധനത്തെ ശരിക്കും ബോണ്ടോട് കൂടി ബിൽഡ് ചെയ്യുന്നത്. എൻ്റെ നാട്ടിൽ വരുന്ന ആളുകൾ എൻ്റെ നാട്ടുകാരനാണോ അല്ലാത്തവരാണോ എന്ന് ചോദിക്കാവുന്ന ഒരു തോട്ട് നമ്മളിൽ ഉണ്ടാവുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മളുടെ നാട്ടിലെ മുഴുവൻ ആളുകളുമായിട്ട് നമ്മൾ റിലേഷൻഷിപ്പ്, വാഹനം നിർത്തിയിട്ട് നടന്നു പോകുന്ന ആളോട് നിങ്ങൾ ഇവിടെയുള്ള ആളല്ലല്ലോ, വേറെ എവിടുന്നോ വന്നതാണല്ലോ, വിരുന്നുകാരനാണോ നാട്ടിലെ, അതല്ലെങ്കിൽ ഇവിടെ വേറെന്താ ആവശ്യത്തിന് വന്നതാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ആ നാട്ടിലെ മുഴുവൻ ആളുകളോടും ആ വണ്ടി നിർത്തി ചോദിക്കുന്ന ആൾക്ക് കൃത്യമായ ബന്ധമുണ്ട് എന്നാണ്. അപ്പൊ അങ്ങനെയൊക്കെ റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ നാട്ടിലും ചുറ്റുവട്ടത്തും എന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അപ്പോൾ ഓരോ ആളുകളുടെയും റിലേഷൻഷിപ്പിന്റെ ഡീപ്പർ ആയിട്ടുള്ള സൈക്കിള് അല്ലെങ്കിൽ കണക്ടിവിറ്റീസ് ലൈനൊക്കെ പറയാൻ പറ്റിയ കഴിവുള്ള ആൾക്കാർ ഇപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവും. ശരിക്കും നിങ്ങളൊരു ആക്ടിവിറ്റി എന്നുള്ള നിലക്ക് അവരുടെ അടുത്തൊക്കെ പോയിട്ട് ഒരു വീഡിയോ ഒക്കെ എടുക്കുക, വെറുതെ അവരോടൊക്കെ സംസാരിച്ച് നാട്ടിനെ കുറിച്ച് പഴയ സ്റ്റോറീസ്, പഴയ ആളുകളാണെങ്കിൽ അവരോട് പല സ്റ്റോറിയൊക്കെ ചോദിച്ചാൽ പല സ്റ്റോറീസും അവർ പറയും. നാട്ടിൽ പണ്ട് കരണ്ട് വന്നത്, നാട്ടിലെ കരണ്ട് റോഡ് ഉണ്ടായത്, നാട്ടിൽ വലിയ ബ്രിട്ടീഷ് ഭരണം മാറിയത്, അങ്ങനെയുള്ള പല കാര്യങ്ങളും. ഇനി ഒരു ആക്ടിവിറ്റി നമുക്ക് ചെയ്യാൻ പറ്റുന്ന സെപ്റ്റംബർ 5 വരെയാണ് നമുക്ക്. ഇപ്പം ഓഗസ്റ്റ് 27ആയി.
ഒരാഴ്ചയുള്ളൂ. നിങ്ങളുടെ അധ്യാപകന്മാർ, ഞാൻ ഇന്നലെ മിനിയാന്നൊരു ട്രെയിനിങ്ങിൽ പറഞ്ഞു, നിങ്ങളുടെ അധ്യാപകന്മാരോട്, നിങ്ങളുടെ ഗുരുക്കന്മാരോട് നിങ്ങൾക്ക് റെസ്പെക്റ്റും കമ്മ്യൂണിക്കേഷനും ഒക്കെ ചെയ്യാവുന്ന ഒരു സമയം, ഒന്നുകിൽ ഒരു മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് അയച്ചു കൊടുക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കോൾ ചെയ്യുക. എന്താ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക? സെപ്റ്റംബർ 5 അധ്യാപക ദിനത്തിൽ നിങ്ങളുടെ ഗുരുവായിട്ടുള്ള, അപ്പോൾ ഒരു ആൾ പറഞ്ഞു, ഞങ്ങളുടെ ഡോക്ടേഴ്സിൻ്റെ ഇടയിൽ ഒരു സീനിയർ ഡോക്ടർ ഉണ്ടായിരുന്നു. സീനിയർ ഡോക്ടർ, അദ്ദേഹം ഡോക്ടേഴ്സ് ഡേക്കും അദ്ദേഹത്തിൻ്റെ പേരിൽ ബോർഡൊക്കെ വെച്ച് റെസ്പെക്ട് ചെയ്യും. പക്ഷേ അദ്ദേഹത്തിന് അവിടുത്തെ എല്ലാ ജൂനിയർ ഡോക്ടേഴ്സും ബോർഡ് വെച്ചിട്ട് പറയും അവർ ടീച്ചർ സെപ്റ്റംബർ 5. എന്താ കാരണം? അദ്ദേഹം ഓരോ ഡോക്ടേഴ്സിനും ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞു കൊടുത്ത കാര്യം അവർ ഗുരുവായിട്ട് കണ്ടതുകൊണ്ട് അവർ ഡോക്ടർ ടീച്ചേഴ്സ് ഡേയിൽ പോലും വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് വരുന്നു. വലിയ ഫ്രണ്ടിൽ ബോർഡ്, ഗുരുവിന് വേണ്ടി വലിയ ആദരവൊക്കെ ഉള്ള ബോർഡൊക്കെ. അദ്ദേഹത്തിന് അത് വളരെ ഇഷ്ടമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇന്നലെ കുട്ടികൾ അതിങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ അതൊക്കെ റിലേഷൻഷിപ്പ് മേക്കിംഗ് ആണ്. അപ്പോൾ നിങ്ങളുടെ പഴയ അധ്യാപകരുടെ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് മേക്കിംഗ് ആറ്റിറ്റ്യൂഡുള്ള ഒരാളാണെങ്കിൽ പഴയ അധ്യാപകരുമായിട്ടുള്ള ഒരു ബന്ധമൊക്കെ അടുത്ത ആഴ്ചക്കുള്ളിൽ പുതുക്കാൻ നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ടോ, ഗിഫ്റ്റ്, ഇപ്പോൾ ഓൺലൈനിൽ ഗിഫ്റ്റ് അയക്കാൻ പറ്റും. അവിടെ പോയി സെർച്ച് ചെയ്താൽ അവർക്ക് നമ്മൾ ഡാറ്റ അയച്ചു കൊടുത്ത് കാശ് അയച്ചു കൊടുത്താൽ അവർ നമ്മുടെ പറഞ്ഞ മെസ്സേജും സാധനവും അവർക്ക് കൊണ്ടു കൊടുക്കും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഒരു കോൾ ചെയ്തൊക്കെ ഇങ്ങനെ സംസാരിക്കുക. അവർ പ്രതീക്ഷിക്കാതെ ഒരു കോൾ ചെയ്ത് നമ്പറൊക്കെ സംഘടിപ്പിച്ച് വിളിച്ച് സംസാരിച്ച്, അല്ലെങ്കിൽ അവർ പോയി മീറ്റ് ചെയ്ത്, അപ്പം മെസ്സേജ് അയക്കാം, മീറ്റ് ചെയ്യുക, കോൾ ചെയ്യാം, ഗിഫ്റ്റ് അയക്കാം. തിരുവനന്തപുരത്ത് ഒരു എഞ്ചിനീയറിംഗ് കോളേജിലെ പഴയ ഒരു ബാച്ച് അവരുടെ സീനിയർ അധ്യാപകന്മാർ വലിയൊരു വാനിലൊക്കെ കൊണ്ടുവന്ന് യാത്ര ചെയ്യുന്നതിനെ പറ്റിയൊരു യൂട്യൂബ് വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ റിലേഷൻഷിപ്പ് മേക്കിംഗ് ആറ്റിറ്റ്യൂഡിന്റെ പാർട്ടാണ്. ഇറ്റ് വിൽ ഗിവ് സം സെർട്ടൺ കൈൻഡ് ഓഫ് ഹാപ്പിനെസ്, വലിയൊരു ഹാപ്പിനെസ്, എനർജിയൊക്കെ നൽകാൻ സാധിക്കും. ഇതിനകത്ത് പല ആളുകളും, ഈ ഓഡിറ്റോറിയത്തിൽ നിൽക്കുന്ന പല ആളുകളും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഫാമിലി മീറ്റപ്പ് ഒക്കെ നടത്തിയിട്ടുള്ള ആളുകളാണ്. കഴിഞ്ഞ ഈ ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, അല്ലെങ്കിൽ ഓണം വെക്കേഷനിലേക്ക്, അങ്ങനെ പല സമയത്തായിട്ടും. അപ്പോൾ പലർക്കും അറിയാം അതിൻ്റെയൊക്കെ ഒരു ഒരു അഡ്വാൻറ്റേജ്, ഗുണം. അത് വലിയ റിലേഷൻഷിപ്പുകൾ, വലിയ ബന്ധങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന, പൊട്ടിപ്പോയ പല ബന്ധങ്ങളും വിളക്കി ചേർക്കാവുന്നതാണ്. റിലേഷൻഷിപ്പ് മേക്കിംഗ് ആറ്റിറ്റ്യൂഡ് ഉള്ള ആളുകൾക്ക് അത് ചെയ്യാൻ പറ്റുമെന്ന് മാത്രം. ലെറ്റ് us ബി എ ബെറ്റർ പേഴ്സൺ ടു മേക്ക് റിലേഷൻഷിപ്പ് ബോൾഡ്, മോർ എഫക്റ്റീവ്. I wishing you all the very best and have a great day. God bless. Thank you so much. നസ്കർ തെഞ്ഞിപ്പലം ലൈവിൽ ഞാനിപ്പോൾ സൈൻ ഔട്ട് ചെയ്യാണ്. നാളെ 1500 ദിവസം ഇൻഷാല്ലാ, if God permits us, 1500 ദിവസം let us meet again with how to break, or how the breaking attitude happens. എങ്ങനെയാണ് റിലേഷൻഷിപ്പ് ബ്രേക്കിംഗ് ഹാപ്പൻസ് ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ആവുന്നതെന്ന് കാണാൻ പറ്റും. താങ്ക് യു സോ മച്ച്. ബൈ ഫോർ നൗ. ഹാവ് എ ഗ്രേറ്റ് ഡേ. ഗോഡ് ബ്ലെസ്. ലവ് യു ഓൾ. Thank you so much, sir. Thank you. Thank you all. Thank you. Thank you.